താങ്ക് ഗോഡ്. ഹലോ ദീപക്. ഹായടാ. താങ്ക്സ് ഡാ. അപ്പോ വീട് മുഴുവൻ ചെക്ക് ചെയ്തെന്ന് തോന്നുന്നു. വീട് മുഴുവൻ ചെക്ക് ചെയ്ത് നോക്കിയടാ. റെഡ് ലൈറ്റ് അല്ല, ഒരു ചെറിയ ബ്ലൂ ലൈറ്റ് പോലും കത്തിയില്ല. ഒരു പക്ഷെ പ്രേതം ഉണ്ടെങ്കിലും അത് ഇവിടുത്തെ പൊല്യൂഷനും ട്രാഫിക്കും കാരണം അത് ഇവിടുന്ന് എവിടേക്കെങ്കിലും ഓടിപ്പോയിട്ടുണ്ടാവും. ആക്ച്വലി ഒരുപാട് നന്ദിയുണ്ടാ. ഇപ്പോഴാ കുറച്ച് ആശ്വാസമായത്. സന്ധ്യയ്ക്ക് ഈ വീട് ഒരുപാട് ഇഷ്ടമാ. അവളോട് എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നോ വറീസ്. ഓക്കെടാ. എൻജോയ് യുവർ സ്ലീപ്പ്. ഓക്കെ, താങ്ക് യു. ബൈ. ഡാ അരുൺ, പറയടാ. ഒരു പ്രാവശ്യം നീ ആ ഡിവൈസ് ഓൺ ആണോ ഓഫ് ആണോ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. ഓഫിലടാ ഇരിക്കുന്നേ. എന്നാ അതൊന്ന് ഓൺ ആക്കിയടാ. അരുൺ, എന്താടാ? എന്താ പറ്റിയ? അരുൺ, റെഡ് ലൈറ്റ് ആണോ? അപ്പൊ നിന്റെ വീട്ടിൽ പ്രേതമുണ്ടാ? എത്രയും പെട്ടെന്ന് സന്ധ്യയെ കൂട്ടി ഇവിടെ ഇറങ്ങിക്കോ. ഓട്ടോ ഓട്ടോ നിർത്ത് നിർത്ത്. സന്ധ്യ കയറ്. ആദ്യം കാര്യം എന്താന്ന് പറയും. സന്ധ്യ, നമ്മുടെ വീട്ടിൽ പ്രേതമുണ്ട്. വീട്ടില് പ്രേതം ഉണ്ടെങ്കിൽ നീ നിന്റെ ഭാര്യയെ വിട്ടിട്ട് ഇവിടെ എന്താണ് ചെയ്യുന്നത്? സന്ധ്യ,
അറിയോ Are you okay? ഇന്നലെ ദാബയിലേക്ക് പോയില്ലേ? ഇന്നലെ ദാബയിലേക്ക് പോയത് ഓർമ്മയുണ്ടോ നിനക്ക്? എന്ത് പറ്റി, അരുൺ? ഒരു മിനിറ്റ്. സൈലന്റ്. ഇന്നലെ ദാബയിലേക്ക് നീ എൻ്റെ കൂടെ വന്നേ. എപ്പോഴെങ്ങോട്ട് വന്നേ? ധാബയിലേക്ക് നമ്മൾ പോയെന്നോ? രാത്രി മുഴുവനും നമ്മൾ ഇവിടെ ആയിരുന്നില്ലേ? എന്ത് പറ്റി അരുൺ? ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു? അത് ദാബയിലേക്ക് പോയിട്ട് നമ്മള് രണ്ടുപേരും അത് എന്ത് ദാബ? നീ സ്വപ്നം കണ്ടതായിരിക്കും. സ്വപ്നം. അരുൺ, നമുക്ക് ആദ്യം ഫസ്റ്റ് എയ്ഡ് വെക്കാം. ഡാ, ഇന്നലെ നൈറ്റ് നിനക്ക് ഞാൻ ഫോൺ ചെയ്തോ? നീ ഇപ്പൊ എവിടെടാ? വീട്ടില്. സന്ധ്യയെ കൂട്ടി പോവാൻ പറഞ്ഞല്ലടാ. അപ്പോ ഇന്നലെ രാത്രി ഫോൺ വിളിച്ച് റെഡ് ലൈറ്റ് കത്തുന്നുണ്ടെന്നും പറഞ്ഞു. അവിടുന്ന് പെട്ടെന്ന് പോവാനും പറഞ്ഞു. പിന്നെ ഞാൻ ഫോൺ വിളിച്ചിട്ട് നീ എടുത്തില്ലല്ലോ. എന്ത് ദാബ? നീ സ്വപ്നം കണ്ടതായിരിക്കും. അരുൺ, അരുൺ, അത് ശരി, നീ ഇപ്പൊ ഇത് പറ. ഈ ഡിവൈസ് ഇപ്പൊ ഓൺ ചെയ്തപ്പോ ലൈറ്റ് ഒന്നും കത്തുന്നില്ലല്ലോ. ജനറലായിട്ട് ഡേ ടൈമിൽ അതിന്റെ പവർ വളരെ കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കും ഡിക്റ്റേറ്റ് ആവാത്തത്. എനിവേസ്, ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ. ഓക്കെ.